ജസ്ന. ഞാൻ കാലിക്കറ്റ് ജില്ലയിലെ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും അതേപോലെ 2 മക്കളും അടങ്ങിയ ഒരു ഫാമിലിയാണ്. കറൻറ്റ്ലി ഇപ്പം ഞാൻ ഹൗസ് വൈഫാണ്. ഒരു 10 വർഷം മുന്നേ ഞാൻ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ വിട്ടൊരാളാണ്. ഇപ്പം മനസ്സിൽ അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഡിഗ്രി ചെയ്യാൻ. കാരണം ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു റിഗ്രറ്റ് എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഏത് സാഹചര്യമാണോ അപ്പോൾ മുന്നിലുള്ളത് ആ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എൻ്റെ കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഞാൻ സാഹചര്യത്തോട്. കാരണം എൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ എൻ്റേതായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. അതായിരിക്കും ഞാൻ അങ്ങനെയാണ് ഇതുവരെ 2 പ്രാവശ്യം ഡിഗ്രി എടുത്ത സമയത്തും ഡ്രോപ്പ് ചെയ്യാൻ ഉള്ള റീസണും അതായിരുന്നു. അപ്പം എനിക്ക് മെൻ്റലി നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക എന്നുള്ളത്. ഇതെന്നല്ല, ഏതായാലും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പഠിക്കാനുള്ള ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഇല്ല. കാരണം 2 പ്രാവശ്യം ഞാൻ ചെയ്തതിനെ കൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പഠിക്കുക, പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ടും സാഹചര്യം അതിനുള്ള ഇല്ലാത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യും. ഉള്ളിലെപ്പോഴും ആഗ്രഹമുണ്ട്, എങ്ങനെ അത് ചെയ്യും എന്നുള്ള ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഇഗ്നോനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അങ്ങനെ ഇഗ്നോയിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഗ്നോ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ആദ്യമായിട്ട് കേൾക്കണേ. ഞാൻ ഇവിടെ ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇഗ്നോനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, നല്ല ഫീൽഡാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കൽ തുടങ്ങി. കുറേ യൂട്യൂബിൽ നോക്കി കാര്യങ്ങൾ അറിഞ്ഞു. യൂട്യൂബിലാണെങ്കിൽ ലേൺവേഴ്സിൻ്റെ സാറ് പറയുന്ന ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനത് കേട്ടിരുന്നത്. അങ്ങനെയാണ് ലേൺവേഴ്സിനെ ഞാൻ അറിയുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് വഴിയും അവരുടെ ഫ്രണ്ട് വഴിയൊക്കെ ഞാൻ ലേൺവേഴ്സിനെ കുറിച്ചും ഇഗ്നോവിനെ കുറിച്ചൊക്കെ അറിഞ്ഞു. എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇഗ്നോ ജോയിൻ ചെയ്താലും ഒരിക്കലും എന്നെപ്പോലത്തെ ഒരാൾക്ക് ഇഗ്നോൻ്റെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ 10 വർഷം കരിയർ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയ ഇല്ല പഠിക്കുന്ന. കാരണം സത്യം പറയിച്ചാൽ അക്ഷരങ്ങൾ മുതൽ വേർഡ് വരെ മറന്നു പോയൊരവസ്ഥ. അത്രയും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പഠനത്തിനെ കുറിച്ചിട്ട്. അപ്പം അങ്ങനെയും കരിയർ ഗ്യാപ്പ് എടുത്ത് എനിക്ക് ഭയങ്കര ഒരു ചോദ്യചിഹ്നമായിരുന്നു, എങ്ങനെ ഞാൻ പഠിക്കും, എന്താവും എന്നുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അവരെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇപ്പം കറൻറ്റ്ലി ഉള്ള സിറ്റുവേഷൻ എന്താ, മുബീന മാമാണ് എൻ്റെ മെൻറ്റർഷിപ്പ് ഉള്ളതായിരുന്നു ഞാൻ എടുത്തിരുന്നത്. മുബീന മാമാണ് എൻ്റെ മെൻറ്ററായിട്ട് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എല്ലാത്തിനും കുറച്ചൊരു ബാക്കോട്ടാണ്, എന്നാലും എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ എൻ്റെ കൂടെ എല്ലാം പറഞ്ഞ് ചെയ്തു തരാനെല്ലാം മാം അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസ്സും ഒരിക്കലും ഇഗ്നോൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ അല്ല. ക്ലാസ് തരുന്നത് അവർ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി തന്നെ പിന്നെ നമുക്ക് പഠിക്കാൻ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട് എനിക്ക്. ഇതേപോലെ തന്നെ ഒരുപാട് ഗ്യാപ്പുകൾ എനിക്ക് ഓരോ ഇഷ്യൂ കാരണം വരുന്നുണ്ടെങ്കിലും ഞാനത് റിക്കവർ ചെയ്ത് എങ്ങനെയെങ്കിലും എനിക്ക് എക്സാം പാസ്സാവണം, അല്ലെങ്കിൽ ആ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ വേണം എന്നാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ അത് എനിക്ക് എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗോൾ ഇതുവരെ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഇത് ഉണ്ട്. പക്ഷെ എന്തെങ്കിലും കാരണം വന്നാൽ ഞാൻ പറഞ്ഞല്ല എൻ്റെത് ഞാൻ ഡ്രോപ്പ് ആക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടുന്ന് എപ്പോഴും മുബീന മാം എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിലും വിളിച്ചിട്ടായാലും പിന്നെ എന്ത് കാര്യമാണ് എനിക്ക് നല്ല ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് ക്ലാസ്സൊക്കെ റെഗുലറായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന പോലെ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും എക്സാമിൽ പാസ്സാവണം, സർട്ടിഫിക്കറ്റ് വാങ്ങണം, ഇതൊക്കെയാണ് എൻ്റെ അംബിഷന്.
താങ്ക് യു ലേൺ വൈസ് ആൻഡ് താങ്ക് യു ഇഗ്നോ.